ഷാലോം അലൈഹിം, നിങ്ങൾക്ക് സമാധാനം. അന്ത്യകാല പ്രവചനങ്ങൾ സംഭവിക്കേണ്ട സമയമാകുമ്പോൾ നിർണായകമായ ചില യുദ്ധങ്ങൾ ഉണ്ടാകും. ചില രാഷ്ട്രീയ നീക്കങ്ങൾ സംഭവിക്കും. ചില രാജ്യങ്ങൾ ഉയർന്നു വരും, ചില രാജ്യങ്ങൾ തകർന്നു പോകും. ആന്റി ക്രൈസ്റ്റ് രംഗപ്രവേശനം ചെയ്യും. വെളിപാട് പുസ്തകത്തിലെ നിർണായക സംഭവങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ചില രഹസ്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ വിവിധ തരം ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ, നോൺ ടെറിട്ടോറിയൽ മൂവ്മെന്റ് തുടങ്ങിയവ എല്ലാം തന്നെ ഇതിൽപ്പെടും. ഇനി ഈ ഓരോ സഭകളിലും സബ് ഡിവിഷൻസും ഉണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ കത്തോലിക്ക സഭ നേതൃത്വം നൽകുന്നത് പ്രധാനമായും 3 എണ്ണമാണ്. അതായത് ലാറ്റിൻ സഭ, സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ. ഇതിനു പുറമെ ഓർത്തഡോക്സ് സഭകളും പ്രൊട്ടസ്റ്റന്റ് സഭകളും തുടങ്ങി നിരവധി ക്രൈസ്തവ സഭകൾ വേറെയുമുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി സംസാരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓരോ ക്രിസ്ത്യൻ വിഭാഗത്തിനും അവരുടേതായ കാനൂനും വിവർത്തനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്ത ബൈബിൾ തർജിമ വേർഷനുകളും ഉണ്ട്. ഉദാഹരണത്തിന് കത്തോലിക്ക സഭ അംഗീകാരം നൽകിയ ബൈബിളിൽ 73 ഗ്രന്ഥങ്ങളാണ് ഉള്ളത്. പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ ചില ഗ്രന്ഥങ്ങൾക്ക് 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ഉള്ളത്. എന്നാൽ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽപ്പെടുന്ന എത്യോപ്യൻ ബൈബിളിൽ 88 ഗ്രന്ഥങ്ങൾ ഉള്ളതായി കാണുന്നുണ്ട്. അവയിൽ വ്യത്യസ്ത സ്ഥലങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ബൈബിൾ വിവർത്തനങ്ങളിൽ പ്രധാനമായും കിങ് ജെയിംസ് വേർഷൻ, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ, ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ, ഗുഡ് ന്യൂസ് ബൈബിൾ തുടങ്ങിയവ നിരവധിയുണ്ട്. നമ്മളിൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് POC ബൈബിളോ അല്ലെങ്കിൽ സത്യവേദ പുസ്തകമോ ആയിരിക്കും. അക്കാദമിക് മേഖലകളിലും ബൈബിൾ പഠനങ്ങളിലും സാധാരണമായി ഉപയോഗിക്കാറുള്ള ദ ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ബൈബിൾ ആണ് ഇതിൽ ഞാൻ റെഫറൻസ് ആയി എടുത്തിരിക്കുന്നത്. ബൈബിളിന്റെ ഉള്ളറകളിൽ അനേക രാജ്യങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് വഴി അന്ത്യകാലത്ത് ഉയർന്നു വരുവാൻ പോകുന്നത് പ്രാധാന്യം അർഹിക്കുന്നതുമായ രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ബൈബിളിൽ നിരവധി രാജ്യങ്ങളുടെ പേരുകളുണ്ട്. എന്നാൽ കാലം മുന്നോട്ട് വന്നപ്പോൾ രാജ്യങ്ങളുടെ പലതിന്റെയും പേരുകളിൽ മാറ്റം വന്നു. എന്നാൽ ഈ രാജ്യങ്ങളിൽ പലതും അന്ത്യകാലത്ത് അതിപ്രാധാന്യം അർഹിക്കുന്നവയും വെളിപാട് കാലത്ത് നിർണായകമായ പങ്ക് വഹിക്കുവാൻ കഴിവുള്ളവയുമാണ്. സോ ഈ രാജ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ ആം നോയൽ. ഇറ്റ്സ് ടൈം ടു റിവീൽ സം മിസ്റ്റീരിയസ് ഹിസ്റ്റോറിക്കൽ തിങ്സ്. വെൽക്കം ടു പരദീസ. ബൈബിളിന്റെ താളുകളിൽ നിരവധി രാജ്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. ഓരോ രാജ്യങ്ങളും മനസ്സിലാക്കുന്നത് വഴി ബൈബിളിൽ നടക്കുന്ന ചരിത്ര സംഭവങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ സംഭവിച്ചതാണ് എന്നും ഓരോ രാജ്യങ്ങളുടെ മേൽ ദൈവം ഇടപെട്ട ദൈവിക പദ്ധതികൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ബൈബിളിലെ രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തുടങ്ങേണ്ടത് അങ്ങ് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. സോ ഫസ്റ്റ് വൺ, ഇസ്രായേൽ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ തവണ എടുത്തു പറഞ്ഞിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഹീബ്രുവിൽ മാത്രം ഇസ്രായേൽ എന്ന പദം 2485 തവണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾക്കറിയാവുന്നതുപോലെ ബൈബിളിലെ സംഭവബഹുലമായ ആ മഹാചരിത്രം നടന്നതും രക്ഷാകര പദ്ധതിയുടെ ഫലമായ മാനവകുലത്തിനായുള്ള പാപപരിഹാര ബലിയർപ്പണം നടന്നതും ഇനി വെളിപാടിന്റെ പുസ്തകത്തിലെ നിർണായക പ്രവചനങ്ങൾ സംഭവിക്കേണ്ടതുമായ ഇടമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. കാനാൻ, സമറിയ, ജൂദ പ്രദേശങ്ങളിൽ നിന്നും ആധുനിക പാലസ്തീന്റെ പ്രദേശങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഗാസ, ഫിലിസ്തീയ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഈ പ്രദേശത്തിന് യോജിക്കുന്ന നിരവധി ബൈബിൾ പേരുകൾ ഉള്ളതായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ കാണുവാൻ സാധിക്കും. ഇസ്രായേലിന്റെ മണ്ണിലാണ് ജെറുസലേം ദേവാലയം ഉള്ളത്. ഇതൊരു നിർണായക ഇടമാണ്. അന്ത്യകാലത്തെ പല നിർണായക സംഭവങ്ങളും ഇവിടെയാണ് നടമാടാൻ പോകുന്നത്. ഈശോയുടെ കുരിശിലെ ബലിയർപ്പണവും അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയും സഭയുടെ തുടക്കവും എല്ലാം ഇസ്രായേലിന്റെ മണ്ണിൽ നിന്നാണ്. AD 70കളിലെ ജെറുസലേം ദേവാലയത്തിന്റെ തകർച്ചയോടെ നാടുകടത്തപ്പെട്ട യഹൂദർക്ക് സ്വന്തമായൊരു രാഷ്ട്രമില്ലായിരുന്നു. പല രാജ്യങ്ങളിലും അവർ അഭയാർത്ഥികളായി കഴിഞ്ഞു. എന്നാൽ എസെക്കിയേൽ 37:21 വചനമനുസരിച്ച് അന്ത്യകാലത്ത് ഇസ്രായേൽ വീണ്ടും ഒരുമിച്ച് ചേരുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. എസെക്കിയേൽ 37-ാം അധ്യായം 21, 22 തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും. എല്ലാ ദിക്കുകളിൽ നിന്ന് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും. സ്വദേശത്ത് ഇസ്രായേലിന്റെ മലകളിൽ ഞാൻ അവരെ ഒരൊറ്റ ജനതയാക്കും. ചിതറിപ്പോയ ഇസ്രായേൽ ജനം 1948 ഇസ്രായേൽ എന്ന രാജ്യമായി പിറവിയെടുത്തതോടെ ഈ പ്രവചനം സംഭവിച്ചു കഴിഞ്ഞു. ആന്റി ക്രൈസ്റ്റിന്റെ ആഗമനവും ഗോഗു മാഗോഗു യുദ്ധവും 3-ാം ജെറുസലേം ദേവാലയവും എല്ലാം സംഭവിക്കേണ്ട നിർണായക ഇടമാണ് ഇസ്രായേൽ എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്തു തന്നെയായാലും അന്ത്യകാലത്ത് ഇസ്രായേൽ നിർണായകമായ ഒരിടമാണ്.
ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ പ്രവചനത്തിൽ ഏറെക്കുറെയും സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിറവേറേണ്ട ഏറ്റവും നിർണായകമായ കാര്യം യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവാണ്. അതിനായുള്ള ഒരുക്കങ്ങൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. മൂന്നാം ജെറുസലേം ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഇസ്രായേൽ പാത്രങ്ങളും കൊമ്പും കുഴലും പീഠങ്ങളും എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞു. യേശുവിന്റെ രണ്ടാം വരവിന് മുൻപുള്ള ഒരു സുപ്രധാന ഒരുക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാഖ് ഇസ്രായേലിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇറാഖ് എന്നത്. ഇറാഖിന്റെ ആദ്യകാലത്തെ പേര് മെസപ്പൊട്ടോമിയ എന്നായിരുന്നു. മെസപ്പൊട്ടോമിയ എന്നതിന്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള ഒരു ഭൂമി എന്നാണ്. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികളെ കുറിച്ച് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ നദികൾ ഇവിടെ ഒഴുകിയിരുന്നതിനാൽ ദൈവം സ്ഥാപിച്ച ഏദൻ തോട്ടം ഇവിടെയാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികളുടെ ഫലഭൂയിഷ്ടമായ തീരങ്ങളിൽ പിന്നീട് ഉയർന്നു വന്ന പുരാതന സാമ്രാജ്യ രാജ്യങ്ങളാണ് അസീറിയയും ബാബിലോണും. കൽദായരുടെ പട്ടണമായ ഊർ എന്ന് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിക്കുന്ന അബ്രഹാമിന്റെ ദേശം ഇവിടെയാണ്. പുരാതന മെസപ്പൊട്ടോമിയയിലെ ഒരു പട്ടണമാണ് ഊർ പട്ടണം. ഈ ഊർ പട്ടണത്തിൽ നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. അസീറിയ എന്നത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഒരു വഴിയുണ്ട്. അസീറിയയുടെ തലസ്ഥാനമാണ് നിനവെ പട്ടണം. ഇവിടേക്കാണ് നമ്മുടെ യോനാ പ്രവാചകനെ ദൈവം അയക്കുന്നതും മത്സ്യം വിഴുങ്ങുന്നതും ജനം ചാരം പൂശി ചാ കൊടുക്കുന്നതുമായ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇനി ബാബിലോണിനെ കുറിച്ച് ഓർക്കുവാൻ നെബുക്കദ്നേസർ രാജാവിനെ ഓർത്താൽ മതി. ഭാവിയിൽ വരാൻ പോകുന്ന സൈറസിന്റെ മീദോ പേർഷ്യൻ സാമ്രാജ്യവും അലക്സാണ്ടറിന്റെ ഗ്രീക്കും ടൈറ്റസിന്റെ റോമിനെയും സൂചിപ്പിക്കുന്ന ഭീമാകാരനായ പ്രതിമയെക്കുറിച്ചുള്ള ഒരു സ്വപ്ന ദർശനം ദൈവം നൽകുന്ന രാജാവാണ് നെബുക്കദ്നേസർ രാജാവ്. ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 4 യുവാക്കന്മാരെ കൊണ്ടുപോകുന്നത് ബാബിലോണിലേക്കാണ്. തുടർന്ന് തീച്ചൂളയിൽ ദൈവം ഇറങ്ങുന്നതും ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിൽ ദൈവം ഇടപെടുന്നതുമായ നിർണായക കാര്യങ്ങളെല്ലാം നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. ബെൽഷേസർ രാജാവിന് ദൈവം ചുമരിൽ എഴുതിക്കൊണ്ട് മെനെ മെനെ തെക്കേൽ പാസീൻ എന്ന മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് വ്യാഖ്യാനിക്കുന്നത് ദാനിയേലാണ്. ഇന്നത്തെ ഇറാഖിന്റെ ഭാഗമായ അസീറിയ, ബാബിലോണിയ പ്രദേശങ്ങൾ പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ വലുതും അത്ര സൗഹൃദപരമല്ലാത്തതുമായ അയൽക്കാരായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 2 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില യുദ്ധങ്ങൾ, അധിനിവേശങ്ങൾ, പ്രവചനങ്ങൾ എന്നിവയെപ്പറ്റി ബൈബിളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെബുക്കദ്നേസർ ജെറുസലേം ദേവാലയം ആക്രമിച്ച ശേഷം BC 587-നും 539-നും ഇടയിൽ ജൂത പ്രവാസം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ നിരവധി ബൈബിൾ ഗ്രന്ഥങ്ങൾ ബാബിലോണിൽ വെച്ച് എഴുതപ്പെടുകയും സമാഹരിക്കപ്പെടുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ജൂതന്മാർ ബാബിലോണിൽ തടവിലായിരിക്കെ അവരുടെ കഥകളും നിയമങ്ങളും അവിടെ വെച്ച് എഴുതി തിട്ടപ്പെടുത്തി വെച്ചു. ഇവയിൽ നിന്നാണ് പിന്നീട് തോറയുടെ ഉത്ഭവം ഉണ്ടാകുന്നത്. ഈ പ്രവാസത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് മീദോ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഉദയത്തോടെ സൈറസിന്റെ കാലഘട്ടത്തിലാണ്. ഉൽപ്പത്തി 14-ാം അധ്യായത്തിലെ 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർക്കെതിരെയുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ യുദ്ധത്തിൽ ലോത്തിനെ ശത്രു സൈന്യം പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അബ്രഹാം 318 പേരോടൊപ്പം പോയി അവരെ ആക്രമിച്ചു തോൽപ്പിക്കുകയും തുടർന്ന് മെൽക്കിസെദേക്ക് അപ്പവും വീഞ്ഞുമായി വരുന്നതുമായ ഷീനാർ ഏലാം പ്രദേശമില്ലേ, ഈ ഷീനാർ പ്രദേശത്താണ് ബാബേൽ ഗോപുരം പണിഞ്ഞത് എന്നാണ് പണ്ഡിത ലോകം വിലയിരുത്തുന്നത്. ഇതെല്ലാം ഇന്നത്തെ ഇറാഖിന്റെ ഭാഗത്താണ്. ഇറാഖിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ജോർദാൻ എന്ന രാജ്യത്തിന്റെ പേര് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ജോർദാൻ നദി തന്നെയായിരിക്കും, അല്ലെ? ഇന്ന് ജോർദാൻ നദി ഇസ്രായേൽ പാലസ്തീൻ പ്രദേശങ്ങൾക്കും ആധുനിക ജോർദാൻ രാജ്യത്തിനും ഇടയിലുള്ള അതിർത്തിയെ അടയാളപ്പെടുത്തുന്ന ഒരിടമാണ്. ബൈബിളിൽ ഈ നദിക്ക് വളരെ പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. കാരണം കാനാൻ കീഴടക്കാൻ ജോഷുവ അത് മുറിച്ചു കടക്കുന്നതും യേശു സ്നാപക യോഹനാൽ നിന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നതും എല്ലാം സാക്ഷ്യം വഹിച്ചത് ജോർദാൻ നദിയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 2-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ ഏലീഷയോടൊപ്പം തന്റെ അങ്കി വെള്ളത്തിന്മേലടിച്ച് നദിയെ രണ്ടാക്കുന്നത് ജോർദാൻ നദിയാണ്. തുടർന്ന് ജോർദാൻ നദിയുടെ മറുകരയിൽ വെച്ചാണ് ഏലിയ ആഗ്നേയ രഥങ്ങളാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. സിറിയ രാജാവിന്റെ സൈന്യാധിപനായ നാമാൻ കുഷ്ഠരോഗം പിടിപെട്ട് എത്തിച്ചേരുന്നത് ഏലീഷായുടെ അടുത്താണ്. ജോർദാൻ നദിയിൽ 7 തവണ മുങ്ങിക്കുളിച്ചാൽ കുഷ്ഠരോഗം മാറുമെന്ന ഏലീഷായുടെ വാക്കുകളുടെ ഉറപ്പിൽ ജോർദാനിൽ 7 തവണ മുങ്ങിക്കുളിക്കുന്ന നാമാന്റെ കുഷ്ഠം സുഖപ്പെടുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ജോർദാൻ നദി എന്നത് ശുദ്ധീകരണത്തിന്റെയും പാപപരിഹാരത്തിന്റെയും ഇടമായി അന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. മറ്റൊന്ന് ഗലീലി തടാകമാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലെ വിവരണ പ്രകാരം ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നത് ഈ ഗലീലി കടലിലൂടെയാണ്. മത്സ്യം ലഭിക്കാത്ത പത്രോസിനെ നിർബന്ധിച്ച് വല ഇടിയിക്കുന്നത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. വല നിറയെ മീൻ കിട്ടിയ പത്രോസിനോട് നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം എന്ന് ഈശോ പറയുന്നതും ഈ ഗലീലി തടാകത്തിൽ വെച്ചാണ്. പഴയ നിയമത്തിൽ ജോർദാൻ നദിക്ക് അക്കരെ താമസിച്ചിരുന്ന ആളുകളെ വിളിച്ചിരുന്നത് മൊവാബ്യർ എന്നാണ്. മൊവാബ്യരും അമോന്യരും നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? സോദോം ഗൊമോറയിൽ നിന്ന് നാട് വിട്ടു പോകുന്ന ലോത്തും 2 പെൺമക്കളും
മരുമക്കളും ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുമ്പോൾ സ്വന്തം പിതാവിനെ കുടിപ്പിച്ച് ബോധരഹിതനാക്കിയ ശേഷം പിതാവിൽ നിന്ന് മൂത്ത മകളും ഇളയ മകളും ഗർഭിണിയായി. ഇങ്ങനെ സ്വന്തം പിതാവിൽ നിന്ന് ഇളയ മകൾ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതാണ് ബെൻ അമ്മി എന്ന് പറയുന്നത്. ഇതാണ് അമ്മോന്യരുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി മൂത്ത മകൾ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന മകനാണ് മൊവാബ്. ഇവന്റെ പരമ്പരയാണ് പിന്നീട് ജോർദാൻ അക്കരെയുള്ള മൊവാബിയർ എന്നറിയപ്പെടുന്ന ഒരു ജനം തന്നെയായി മാറുന്നത്. മൊവാബിന്റെ ഇന്നത്തെ പേര് ദീബാൻ എന്നാണ്. ഏസാവിന്റെ വംശ പരമ്പര ഏറോമിലാണ്. ജെറുസലേം ദേവാലയം പുതുക്കി പണിത ഹേറോദോസ് ഏതോമിക്കാരനാണ്. ഏതോം എന്നത് ഇന്നത്തെ ജോർദാന്റെ ഭാഗത്താണ് വരുന്നത്. സൗദി അറേബ്യ ഇസ്രായേലിന്റെ തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന മിദിയാൻ എന്ന രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് സൗദി അറേബ്യ. ഇത് വളരെ വരണ്ട ഒരു ഭൂപ്രദേശമാണ്. മോശയും യഹൂദജനവും മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞപ്പോൾ 40 വർഷം ഭാഗികമായി ചെലവഴിച്ച ഇടമെന്ന നിലയിൽ ഇവിടം വളരെ പ്രശസ്തമാണ്. ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീനായ് മലയിൽ വെച്ച് ദൈവത്തിൽ നിന്ന് മോശയ്ക്ക് ലഭിച്ച കൽഫലകത്തിൽ കൊത്തിയ 10 കൽപ്പനകൾ തന്നെയാണ്. ഇന്ന് ആ സീനായ് മല എവിടെയാണ് എന്നത് ചെറിയൊരു തർക്ക വിഷയം തന്നെയാണ്. സൗദി അറേബ്യയിലുള്ള 4-ൽ ഏതോ ഒരു മലയാണ് അതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എങ്കിലും പാരമ്പര്യം അനുസരിച്ച് മിക്കവരും വിശ്വസിക്കുന്നത് അത് ഈജിപ്തിലെ ജബൽ മൂസയാണ് എന്നതാണ്. എന്നാൽ ആധുനിക ഗവേഷകരുടെ വാദം സൗദി അറേബ്യയിലെ ജബൽ അൽ ലൗസ് എന്ന പർവ്വതം തന്നെയാണ് യഥാർത്ഥ സീനായ് മല എന്നതാണ്. ഇപ്പോഴും അനിശ്ചിതത്വം ഉണ്ട് എങ്കിലും പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ 4:25 പറയുന്നത് യഥാർത്ഥ സീനായ് പർവ്വതം അറേബ്യയിൽ എവിടെയോ ആണ് എന്നതാണ്. ആധുനിക സൗദി അറേബ്യയുടെ അതിർത്തികളുമായി ഇത് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അത് കണ്ടെത്തേണ്ട വിഷയമാണ്. എന്നിരുന്നാലും ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടന്ന് മോശയും ഇസ്രായേൽ ജനവും എത്തിച്ചേരുന്നത് ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗത്താണ്. ഗലാത്യരുടെ ലേഖനം 1:17 പറയുന്ന സൗദി അറേബ്യ ഇന്നത്തെ തെക്കൻ സൗദിയാണ്. യെശയ്യാ 21:13 പ്രകാരം അന്ത്യകാലത്ത് സൗദി അറേബ്യയോടുള്ള പ്രവചനങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. ലെബനോൻ ഇസ്രായേലിന്റെ വടക്കു ഭാഗത്ത് കാണപ്പെടുന്ന ഭൂപ്രദേശം അറിയപ്പെടുന്നത് ആരാം എന്നായിരുന്നു. ഇന്നത്തെ സിറിയയും ലെബനോനും ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു ഇത്. ലെബനോനെ കുറിച്ച് നോക്കിയാൽ ഇസ്രായേലിനെ പോലെ ബൈബിളിലെ പേര് മാറ്റാത്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ലെബനോൻ എന്നത്. പുരാതന കാലം മുതൽ ഈ പ്രദേശം അതിന്റെ വൃക്ഷങ്ങൾക്ക് പേര് കേട്ടതാണ്. എല്ലാറ്റിനും ഉപരി ഇവിടുത്തെ ദേവദാരു മരങ്ങളായിരുന്നു സോളമൻ രാജാവ് ജെറുസലേം ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ദേവദാരു ലെബനോന്റെ ദേശീയ ചിഹ്നമായി മാറി. അത് ലെബനോന്റെ പതാകയിൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ടൈർ, സീദോൻ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ലെബനോന്റെ ഭാഗമാണ്. യെശയ്യാ 23-ാം അധ്യായത്തിലും എസെക്കിയേൽ 26, 27, 28 അധ്യായത്തിലും ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളുടെ വീഴ്ചകളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കൃത്യമായി നമുക്ക് വായിക്കുവാൻ കഴിയും. സിറിയ ഇന്നത്തെ ലെബനോനും സിറിയയും അടങ്ങിയ വലിയൊരു ഭൂപ്രദേശമായിരുന്നു ആരാം എന്ന് പറയുന്നത്. ആരാം ദേശത്തിന്റെ തലസ്ഥാനമാണ് ദമാസ്കസ് എന്നത്. ഈ ദമാസ്കസ് ഇന്ന് സിറിയയുടെ തലസ്ഥാനമാണ്. ദമാസ്കസിലേക്കുള്ള യാത്രാ മധ്യയാണ് പൗലോസിന് യേശുവിലേക്കുള്ള എൻകൗണ്ടർ സംഭവിക്കുന്നത്. പുരാതന കാലം മുതലേ സിറിയയും ഇസ്രായേലും തമ്മിലുള്ള പല യുദ്ധങ്ങളും നമുക്ക് ബൈബിളിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ കുഷ്ഠരോഗിയായ നാമാനെ ഏലീശ സുഖപ്പെടുത്തുന്നത് നാം കാണുന്നുണ്ട്. നാമാൻ സിറിയ രാജ്യത്തിന്റെ സൈന്യാധിപനായിരുന്നു എന്നതിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സിറിയ രാജ്യത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞ 13 രഹസ്യങ്ങളെക്കുറിച്ച് നേരത്തെ 23-ാമത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അന്ത്യകാലത്ത് ഉണ്ടാകുന്ന ഒരു നിർണായക പ്രവചനമായി പറയപ്പെടുന്നത് യെശയ്യാ 17:1 ദമാസ്കസ് ഒരു നഗരമല്ലാതാകും, അതൊരു നാശ കൂമ്പാരമാകും എന്നതാണ്. ഒരുപക്ഷെ ഇത് ഭാവിയിലേക്കുള്ള ഒരു യുദ്ധത്തിന്റെ സൂചന തന്നെ ആയിരിക്കാം. തുർക്കി സിറിയയുടെ വടക്കു ഭാഗത്ത് കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് തുർക്കി എന്നത്. ബൈബിളിൽ തുർക്കി എന്ന പേര് നേരിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചില രാജ്യങ്ങൾ പിന്നീട് പേരിൽ മാറ്റം വരുത്തിയതിനെ കുറിച്ച്. പക്ഷെ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ചില പ്രദേശങ്ങൾ ഇന്ന് തുർക്കിയുടെ ഭാഗമാണ്. ബൈബിളിൽ ഈ പ്രദേശത്തിന് നിരവധി പേരുകൾ നൽകിയിട്ടുണ്ട്, പക്ഷേ അവയൊന്നും തുർക്കിയല്ല. ഉദാഹരണത്തിന് കപ്പദോക്കിയ, അനറ്റോലിയ, ദ ലാൻഡ് ഓഫ് ഹട്ടി, സിലീഷ്യ, ഫ്രീജിയ മുതൽ പോന്തസ് വരെ തുടങ്ങിയവ. ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇത് ഏഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂഖണ്ഡമായ ഏഷ്യയാണ് ഇതെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ വേർഷൻ ലിറ്റിൽ ഏഷ്യ അല്ലെങ്കിൽ ഏഷ്യ മൈനർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റോമൻ ഭരണകാലത്ത് തുർക്കിയുടെ പടിഞ്ഞാറൻ തീരപ്രദേശ മേഖല അറിയപ്പെട്ടിരുന്ന പേരാണ് ഏഷ്യ മൈനർ എന്ന്. യോഹന്നാൻ ശ്ലീഹ വെളിപാടിന്റെ പുസ്തകം 1:11 പറയുന്ന ഏഷ്യയിലെ 7 സഭകൾ എന്ന് പറയുന്ന ആ 7 സഭകളും തുർക്കിയിലാണ്. തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയ്ക്കടുത്തുള്ള പ്രദേശമാണ് ഗലാത്യ എന്ന് പറയുന്നത്. പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലെറ്റേഴ്സ് ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. തുർക്കിയുടെ ഈസ്റ്റ് സെൻട്രൽ ഭാഗത്തുള്ള കപ്പദോക്കിയ പ്രദേശം ഇന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പത്രോസ് ശ്ലീഹ തന്റെ ആദ്യത്തെ ലേഖനം എഴുതുന്നത് ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടിയാണ്. പോന്തസ്, ഗലാത്തിയ, കപ്പദോക്കിയ, ഏഷ്യ, ബിഥീനിയ പ്രദേശങ്ങളെല്ലാം ലെറ്ററിൽ നമുക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും. തുർക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമുണ്ട്, അതാണ് എഫേസസ്. പണ്ടൊരിക്കൽ നമ്മുടെ ഡൊമിനിക് വാളമനാലച്ചൻ ഈ പ്രദേശം സന്ദർശിച്ചതിന് ശേഷം തന്റെ യാത്രാ അനുഭവം പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എഫേസസിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ദുർദേവതയാണ് ആർത്തമീസ് അഥവാ ഡയാന.
കൊത്തുകരകളുടെ പ്രാവീണ്യം കൊണ്ട് സമ്പന്നമായ ഒരു ജനത വിഗ്രഹ സമ്പന്നമായ ആർത്തമീസ് ദേവിയുടെ ക്ഷേത്രം നിർമ്മിച്ചു. ഇവിടേക്കാണ് പൗലോസ് എത്തിച്ചേരുന്നത്. പിന്നീട് 3 വർഷത്തെ പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഫലമായി വ്യഭിചാരത്തിലും മന്ത്രവാദത്തിലും കൂപ്പുകുത്തിയിരുന്ന ജനം വ്യാജ ദൈവാരാധനയിൽ നിന്നും പിന്തിരിഞ്ഞു. പൗലോസിന്റെ വചനപ്രഘോഷണം മന്ത്രവാദ പുസ്തകങ്ങളും വിഗ്രഹ വിപണിയും തകർത്തു കളഞ്ഞു. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ആർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിന് പോലും ആക്രമണം നേരിട്ടതോടെ അതൊരു വലിയ കലാപമായി മാറി. ഇന്ന് എഫേസസ് നഗരമുള്ളത് തുർക്കിയിലാണ്. നശിപ്പിക്കപ്പെട്ട ആർത്തമീസിന്റെ ക്ഷേത്ര അവശിഷ്ടങ്ങൾ പോലും കാണുവാൻ അതിമനോഹരമായ രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് ഈ സ്ഥലം ക്രിസ്തുമതത്തിന്റെ ജീവിക്കുന്ന തെളിവുകൾ അവശേഷിപ്പിക്കുന്ന വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. എഫേസസ്, ഗലാത്തിയ, പെർഗെ, അന്തോക്കിയ, തർശീഷ്യ ഇവയെല്ലാം തുർക്കിയിലാണ്. ഗോഗ് മാഗോഗ് യുദ്ധസമയത്ത് തുർക്കി എന്ന രാജ്യം നിർണായകമായ പങ്ക് വഹിക്കുമെന്ന് ധാരാളം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി അല്പം നിഗൂഢമായ ഒരു കാര്യം കൂടി പറയാം. ലാൻഡ് ഓഫ് അറാറത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് അറാറത്ത് പർവ്വതം ഒരു വിദൂര പർവ്വത പ്രദേശമായി പഴയ നിയമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ അഗ്നിപർവ്വത നിരയിലാണ് പ്രളയത്തിന് ശേഷം നോഹയുടെ പെട്ടകം ഇറങ്ങിയതായി ഗവേഷകർ തെളിവുകൾ കണ്ടെടുത്തിട്ടുള്ളത്. പുരാതന അർമേനിയയുമായി സമാനതകളുള്ള ഒരു രാജ്യമായ ഉറാറത്തുവിന്റെ ഹീബ്രു പതിപ്പാണ് അറാറത്ത് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട്. AD 300 ക്രിസ്തുമതം ആദ്യമായി ഔദ്യോഗികമായി സ്വീകരിച്ച ഒരിടം കൂടിയാണ് ഈ പ്രദേശം. ഗലാത്തിയ, എഫേസസ്, കൊളോസെ, എഫേസസിനടുത്തുള്ള തിമോത്തിയോസ്, ഫിലെമോൻ എന്നീ പ്രദേശങ്ങളെല്ലാം തുർക്കിയിലാണ്. ഇറാൻ ബൈബിളിന്റെ പഴയ നിയമ ചരിത്രപരമായി പേർഷ്യ എന്നറിയപ്പെടുന്നത് ഇന്നത്തെ ഇറാനാണ്. പഴയ ബാബിലോൺ സാമ്രാജ്യം എന്നത് ഇന്നത്തെ ഇറാനാണ്. അതുപോലെ പേർഷ്യ എന്നത് ഇറാനാണ്. ഇറാഖും ഇറാനും തമ്മിൽ പുരാതന കാലത്തുണ്ടായ ഒരു യുദ്ധമുണ്ട്. ഈ യുദ്ധത്തോടെ ബെൽഷേസർ രാജാവിന്റെ ബാബിലോണിനെ പരാജയപ്പെടുത്തി സൈറസിന്റെ പേർഷ്യൻ സാമ്രാജ്യം ഉയർന്നു വരികയും ബാബിലോണിൽ അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന യഹൂദരുടെ പ്രവാസം അവസാനിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ സ്വന്തം നാട്ടിലേക്ക് തിരികെ അയക്കുകയും ചെയ്തു. ഇതിനാൽ തന്നെ ബൈബിളിൽ ഇറാനെ എടുത്തു പരാമർശിച്ചിട്ടുള്ള ഒരിടം കൂടിയാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇറാനിലെ രാജാവായ സൈറസിനെ കർത്താവിന്റെ അഭിഷിക്തൻ എന്ന് പരാമർശിക്കുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിലെ സ്വർണ്ണബിംബത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് ബാബിലോണിന് ശേഷം ഉയർന്നു വരുന്ന മീദോ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജാവായ സൈറസിന്റെ പേരടക്കം പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ പേർഷ്യ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു പേർഷ്യ എന്ന് പറയുന്നത്. നെബൂഖദ്നേസറിന്റെ ബാബിലോൺ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ജെറുസലേം ദേവാലയം പുനർനിർമ്മിക്കുവാൻ അനുവാദം നൽകുന്നത് ഈ സൈറസ് ആണ്. എസ്ര, ഏശയ്യ, എസ്തേർ, ദാനിയേൽ, എസെക്കിയേൽ തുടങ്ങിയവയിലെല്ലാം പേർഷ്യയെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഭാവിയിൽ നടക്കുന്ന ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ ഇറാന്റെ പങ്ക് വളരെ വലുതായിരിക്കുമെന്ന് വിലയിരുത്തുന്ന ബൈബിൾ പണ്ഡിതന്മാരുമുണ്ട്. ഇറാന്റെ ഈ കാലത്തെ നിലപാട് നോക്കിയാൽ ഇസ്രായേലിനെ ഇല്ലാതാക്കുകയും ജെറുസലേം ഒരു ഇസ്ലാമിക തലസ്ഥാനമാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഈ മനോഭാവം എസെക്കിയേൽ 38-39 യുദ്ധത്തിന്റെ സാധ്യതകളെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ മുൻപോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ ബൈബിളിന്റെ ഉള്ളറകളിലേക്ക് നോക്കിയാൽ അവിടെ പലയിടങ്ങളിൽ നമുക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ കാണുവാൻ കഴിയും. പുരാതന കാലത്ത് ഇന്ത്യയെ ഹോഡു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇൻഡോസ് എന്ന ഗ്രീക്കിലും ഹിന്ദുസ് എന്ന് പുരാതന പേർഷ്യനിലും പറഞ്ഞിരുന്നതാണ് പിന്നീട് ഹോഡു ആയി മാറിയത്. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മോട് പറയുന്നത് രാജ്യത്തിന്റെ അതിർത്തികൾ കുഷ് മുതൽ ഇന്ത്യ വരെ എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്ന ഹോഡു എന്ന പ്രവിശ്യ വരെ വ്യാപിച്ചു കിടക്കുന്നു എന്നതാണ്. ഇന്നത്തെ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന സിന്ധു നദിയെയാണ് ഹോഡു എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ അന്ന് പാകിസ്ഥാൻ ഇല്ല. ഇന്ത്യ ഒരു വലിയ പ്രദേശം തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യ, ഹിന്ദു തുടങ്ങിയ ഇംഗ്ലീഷ് പദങ്ങളുടെ എല്ലാം ബൈബിൾ പദമായ ഹോഡുവിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ രാജാവ് ലെബനനിൽ നിന്ന് ദേവദാരു മരങ്ങൾ ഇറക്കുമതി ചെയ്യുക മാത്രമല്ല ഓഫീർ ദേശത്ത് നിന്ന് സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങുകൾ എന്നിവയും സ്വീകരിച്ചിരുന്നു. ഓഫീർ ദക്ഷിണേന്ത്യൻ ഭാഗമായ കേരളമോ തമിഴ്നാടോ അല്ലെങ്കിൽ ശ്രീലങ്കയോ ആണെന്നതാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ അറബികൾ വഴി കച്ചവടം നടന്നിരുന്നത് തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ ഇത് അന്വേഷിച്ച് വരുന്നത്. അത്ര ഫേമസ് ആയിരുന്നു സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറയുന്നത്. അന്ന് നമ്മുടെ പ്രദേശങ്ങൾ എല്ലായ്പ്പോഴും സമ്പന്നമായ വ്യാപാര തുറമുഖങ്ങളായിരുന്നു. ചന്ദനം, വിലയേറിയ ലോഹങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ആനക്കൊമ്പ്, ഒരുപക്ഷെ കുരങ്ങുകൾ എന്നിവയുടെ എല്ലാം കയറ്റുമതിക്ക് പേര് കേട്ട ഇടമായിരുന്നു ഇവിടം. ബൈബിളിലെ ഓഫീറിന്റെ ഏറ്റവും വലിയ കയറ്റുമതി പൂവാറാണ് എന്നാണ് പറയുന്നത്. ദക്ഷിണേന്ത്യയുടെ അറ്റത്തുള്ള തിരക്കേറിയ ഒരു തുറമുഖമായിരുന്നു പൂവാർ. ഓഫീർ എവിടെയാണെങ്കിലും അത് ജെറുസലേമിൽ നിന്ന് വളരെ അകലെയായിരുന്നു എന്നത് ഉറപ്പാണ്. ഓഫീർ സ്വർണം കേരളത്തിൽ നിന്നാണ് എന്ന് പറയുന്ന വാദങ്ങൾ വളരെ ശക്തവുമാണ്. മറ്റൊരു കാര്യം, പുരാതന കാലത്ത് ലോകത്തിന്റെ അതിർത്തിയായി ഇന്ത്യയെ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം കേരളത്തിന്റെ മണ്ണിലേക്ക് അത്ര എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നില്ല എന്നത് തന്നെയാണ്. ഇവിടേക്കാണ് ചിതറിപ്പോയ യഹൂദരോട് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി തോമസ് ലീഹ എത്തുന്നത്. എന്നാൽ
എന്നാൽ കേരളത്തിലെ യഹൂദർ അന്ന് തള്ളിപ്പറഞ്ഞപ്പോൾ ആ വിളി സ്വീകരിക്കാൻ ദൈവം മറ്റൊരു ജനത്തിന് വരം കൊടുത്തു. അതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ. ഇന്ന് മലയാളികളില്ലാത്ത രാജ്യങ്ങൾ വിരളമല്ലേ. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന തുറമുഖങ്ങൾ മുതൽ അർമേനിയയിലെ തണുത്ത പർവ്വത നിരകൾ വരെ വിശാലമായ ഒരു ഭൂമിശാസ്ത്ര മേഖലയാണ് ഏഷ്യ. ലോക ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഭാവിയിലെ ഗോഗ് മാഗോഗ് യുദ്ധത്തിലെ നിർണായക ഇടമാണ് ഇന്ത്യ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മക്കബായയുടെ പുസ്തകത്തിൽ ഇന്ത്യക്കാരനായ പാപ്പാനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. അലക്സാണ്ടറുടെ പട ലോകം മുഴുവൻ കീഴടക്കി മുന്നേറുമ്പോൾ ആദ്യമായി അവർ യുദ്ധക്കളത്തിൽ ആനകളെ അണിനിരത്തിയുള്ള യുദ്ധം കാണുന്നത് ഇന്ത്യൻ അതിർത്തികളിലായിരുന്നു. അലക്സാണ്ടറുടെ പട ആദ്യമായി യുദ്ധമുഖത്ത് ഭയപ്പെട്ടിരുന്നത് ഇന്ത്യൻ അതിർത്തികളിലെ ഈ യുദ്ധപ്പട കണ്ടിട്ടാണ്. പുരാതന കാലത്ത് ഹിന്ദേ ദേശമെന്നും ഹോഡു എന്നീ പേരുകളിലാണ് ഇന്ത്യ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. യേശുവിന്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള രഹസ്യ ജീവിതകാലം ഇന്ത്യയിൽ വന്ന് മാമൂനിമാരുടെ കീഴിൽ തന്ത്രവിദ്യകൾ അഭ്യസിച്ചു എന്ന പേരിൽ വ്യാജവാദം ചിലർ ഉയർത്തുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ബൈബിൾ യേശു തന്റെ രഹസ്യ ജീവിതം കന്യാമാതാവിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും കൂടെ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് നസ്രത്തിലായിരുന്നുവെന്ന തെളിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട്. അതാണ് നാർദീൻ തൈലം. വളരെ വിലയേറിയ ഒരു സുഗന്ധ തൈലമാണ് നാർദീൻ എന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പ്രകാരം ലാസറിന്റെ സഹോദരിയായ മറിയമാണ് യേശുവിന്റെ കാലുകളിൽ ഈ തൈലം പൂശുകയും തലമുടി കൊണ്ട് തുടക്കുകയും ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ശക്തമായ സുഗന്ധം വമിക്കുന്ന തൈലം ഉപയോഗിച്ചിരുന്നത്. അത് രാജസദസ്സിലും മൃതദേഹ ശുശ്രൂഷയിലും ആരാധന സമയങ്ങളിലും മാത്രമായിരുന്നു. ഹിമാലയത്തിലെ ഔഷധ സസ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന സുഗന്ധ തൈലമാണ് നാർദീൻ എന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഹിമാലയൻ പ്രദേശമായ ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാകാം നാർദീൻ തൈലം യേശുവിന്റെ കാൽപാദത്തിൽ എത്തിയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഈ കാലഘട്ടത്തിനായി ദൈവം തന്റെ രാജ്യത്തിനു വേണ്ടിയും 2ാം വരവിന് വേണ്ടിയും തിരഞ്ഞെടുത്ത ഒരു ജനതയാണ് കേരളത്തിലെ കുറച്ച് മലയാളികൾ എന്നുള്ളതാണ്. ചൈന. ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനമാണ് ചൈനയ്ക്ക്. ബൈബിളിൽ ചൈനയെ പുരാതന സിയൻ പ്രദേശം എന്നാണ് പറയുന്നത്. ചിൻ രാജവംശമാണ് സിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതിനാൽ സിയൻ എന്നത് ചൈനയാണ് എന്നാണ് പറയപ്പെടുന്നത്. ചൈനീസ് ബൈബിളിൽ ഏഷ്യ 49:12 പറയുന്ന സിയൻ ദേശത്തെ ചൈന എന്നാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ചില പരിഭാഷകളിൽ സിയൻ എന്നതിന് സിനീം എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുൻ നെസ്റ്റോറിയൻ ക്രിസ്ത്യാനികൾ വഴി ചൈനയിലെ ക്രിസ്ത്യാനിത്വം AD 7-ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് മിഷണറികളായ റോബർട്ട് മോറിസൺ മുതലായവർ ചൈനയിലേക്ക് ആദ്യ ബൈബിൾ വിവർത്തനം നടത്തുന്നത് 1800-കളിലാണ്. ചില ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഭാവിയിലെ അർമഗദോൻ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, ജപ്പാൻ എന്നിവയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈജിപ്ത്. ബൈബിളിൽ ആഫ്രിക്കയെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ ഓർത്തെടുക്കുവാൻ വളരെ പ്രയാസമായി തോന്നിയേക്കാം, പക്ഷേ ധാരാളമുണ്ട്. വാസ്തവത്തിൽ ഇസ്രായേലിന് ഒരു ആഫ്രിക്കൻ രാജ്യവുമായി അതിർത്തി ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പുരാതന ലോകത്തിലെ മഹത്തായ നാഗരികതകളിൽ ഒന്നായതിനാൽ ബൈബിളിൽ ഈജിപ്തിനെ പറ്റി ധാരാളം പരാമർശങ്ങളുണ്ട്. ഈജിപ്തിലെ പിരമിഡുകൾ തന്നെ ലോകാത്ഭുതങ്ങൾ തന്നെയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഹെബ്രായരെ ഈജിപ്തുകാർ എങ്ങനെ അടിമകളാക്കിയെന്നും ഫറവോയുടെ ഹൃദയ കാഠിന്യത്തെ കുറയ്ക്കുവാൻ ദൈവം 10 മഹാമാരികൾ ഉപയോഗിച്ചത് എങ്ങനെയെന്നും ഉള്ളതിനെ കുറിച്ചുള്ള കഥകൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം തന്റെ യാത്രയിൽ അറിയാതെ ഒന്ന് ഈജിപ്തിലേക്ക് പോയി. അവിടെ വെച്ചാണ് അടിമപ്പെണ്ണായ ഹാഗാറിനെ കിട്ടുന്നത്. അവളിലൂടെയാണ് ഇസ്മായിൽ ജനിക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ ഒരു പ്രത്യേക മതത്തിനാൽ നാശത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് കാരണം അന്ന് അബ്രഹാം ഈജിപ്തിൽ പോയതാണ് എന്ന് പറയുന്ന വ്യാഖ്യാതാക്കളുണ്ട്. യെസ്, ആ മതം ഇസ്ലാം തന്നെയാണ്. പക്ഷേ അവർ ഇസ്മായിലിന്റെ തുടർച്ചയാണോ എന്നത് മറ്റൊരു ചോദ്യമാണ്. ഈജിപ്തിന് ധാരാളം പേരുകളുണ്ടായിരുന്നു. ഈജിപ്തിന്റെ ബൈബിൾ പദം മിസ്രായീം എന്നാണ്. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത്. ഇതിൽ ഹാമിന്റെ പുത്രനാണ് മിസ്രായീം. ഈ മിസ്രായീമാണ് പിൻകാലത്ത് ഈജിപ്തായി മാറുന്നത്. ഇന്നും ഹീബ്രു, അരാമിക് പോലുള്ള സെമറ്റിക് ഭാഷകളിൽ ഇത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഈജിപ്ത് എന്ന പേര് ഗ്രീക്ക് മിത്തോളജിയിലെ ഈജിപ്തോസിൽ നിന്നാണ്. ഗ്രീക്ക് പുരാണത്തിലെ ഈജിപ്റ്റോസ് എന്നത് ഈജിപ്തിലെ ഒരു ഇതിഹാസ രാജാവായിരുന്നു. പുരാതന ഈജിപ്തുകാർ തന്നെ അവരുടെ രാജ്യത്തെ കെമെറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ഇരുണ്ടതും ഫലഭൂയിഷ്ടവുമായ നൈൽ മണ്ണിനെ സൂചിപ്പിച്ചുകൊണ്ട് കറുത്ത ഭൂമി എന്നാണ് വിളിച്ചിരുന്നത്. ഈജിപ്തുകാർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. ആലങ്കാരികമായി പറഞ്ഞാൽ മഴയുടെ ദൈവം, ഭൂമിയുടെ ദൈവം, യുദ്ധത്തിന്റെ ദൈവം, വിജയത്തിന്റെ ദൈവം, സമൃദ്ധിയുടെ ദൈവം, ഭാഗ്യത്തിന്റെ ദൈവം തുടങ്ങി നിരവധി ദൈവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കുഷ് എന്ന ദേശത്ത് എത്തിച്ചേരും. ഇപ്പോൾ സുഡാനിലും ദക്ഷിണ സുഡാനിലും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത്. കുഷ് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ ആഫ്രിക്കൻ നാഗരികതയാണ് എന്ന് പൊതുവെ ഒരു തെറ്റായ ധാരണയുണ്ട്. അവിടെയും പിരമിഡുകൾ ധാരാളം ഉണ്ടായിരുന്നു. കുഷ് ദേശത്തെക്കുറിച്ച് ബൈബിളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. എസ്തേറിന്റെ പുസ്തകം അനുസരിച്ച് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പടിഞ്ഞാറൻ പ്രവിശ്യയായിരുന്നു ഇത്. വാസ്തവത്തിൽ പേർഷ്യൻ സാമ്രാജ്യം ഈ പ്രദേശം അധികകാലം കൈവശം വെച്ചിട്ടില്ല.
എത്യോപ്യ. നോഹയുടെ പുത്രനായ ഹാമിന്റെ മകനാണ് കുഷ് എന്നത്. എത്യോപ്യയുടെ പഴയ പേര് കുഷ് എന്നാണ്. കുഷിന്റെ വംശപരമ്പരയാണ് പിന്നീട് കുഷ് ദേശമായി മാറുന്നത്. ഈ കുഷിന്റെ പുത്രനാണ് നിമ്രോദ് എന്ന് പറയുന്നത്. ബൈബിൾ പഠിക്കുന്നവർക്ക് നിമ്രോദിനെ അത്ര വേഗം മറക്കാൻ കഴിയില്ല. മോശയുടെ ഭാര്യ ഒരു കുഷ്യ സ്ത്രീ ആയിരുന്നു എന്നത് സംഖ്യാപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് കുഷ്യ ജനതയെ പറ്റിയുള്ള ഒരു സൂചനയാണ്. ചരിത്രപരമായി കുഷ് രാജ്യം നൈൽ നദിയുടെ തെക്കുഭാഗത്തെ സുഡാൻ, എത്യോപ്യ, എറിത്രിയ എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. ബൈബിളിൽ ഷേബായെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. സോളമൻ രാജാവിന്റെ ദേവാലയത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ കേട്ടതിന് ശേഷം പ്രശസ്തമായ ഷേബ രാജ്ഞി അവിടെ സന്ദർശിച്ചു എന്നത് നമുക്ക് പരിചിതമാണ്. ഇന്നത്തെ എത്യോപ്യൻ പള്ളികളുമായി ബന്ധപ്പെട്ട് ഷേബ രാജ്ഞിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. എത്യോപ്യൻ ദിനവൃത്താന്തമായ ദ കെബ്ര നെഗസ്റ്റിൽ ഷേബ രാജ്ഞി മുതൽ സോളമൻ രാജാവ് വരെയുള്ള രാജാക്കന്മാരുടെ രാജവംശത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷേബ രാജ്യം എന്നത് എവിടെയാണ് എന്നത് കൃത്യതയില്ല. പക്ഷേ അത് ഇന്ന് എത്യോപ്യ, എറിത്രിയ, ജിബൂട്ടി എന്നിവയുടെ അതിർത്തികളിലായി ഒരുപക്ഷെ കടലിന് കുറുകെ യമനിലേക്ക് പോലും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമായിരിക്കും. എത്യോപ്യൻ രാജ്ഞിയുടെ ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്ററിന് ഫിലിപ്പോസ് ബാപ്റ്റിസം നൽകുന്നത് നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:27 കാണുവാൻ സാധിക്കും. എത്യോപ്യയുടെ പാരമ്പര്യവും ചരിത്രവും പറയുന്ന കെബ്ര നഗസ്റ്റിൽ പറയുന്ന ചില രഹസ്യങ്ങളുണ്ട്. ഷേബ രാജ്ഞി സോളമനെ സന്ദർശിക്കുകയും അവർക്ക് സോളമൻ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. അതാണ് എത്യോപ്യൻ സാമ്രാജ്യ സ്ഥാപകനായ മെനലിക് ഒന്നാമൻ. പിന്നീട് കുഞ്ഞു വളർന്ന് രാജാവായി കിരീടം ധരിക്കുകയും ഇസ്രായേൽ സന്ദർശിക്കുകയും ദൈവത്തിന്റെ നിയമപ്പെട്ടി, അതായത് സമാഗമ കൂടാരം, എത്യോപ്യയിലേക്ക് കടത്തിക്കൊണ്ടു പോയി എന്നും അത് ഇന്നും അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് വിശ്വസിക്കുന്നത്. ലിബിയ. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടൊരു കാര്യമാണ്. കുരിശുയാത്രയിലെ ഒരു പ്രധാന കഥാപാത്രം ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ഹാമിന്റെ പുത്രന്മാരിലൂടെ വ്യാപിച്ച ഒരു ദേശമാണ് ഇവിടം. അതായത് പൂത്ത്, കിരേന തുടങ്ങിയ പ്രദേശങ്ങൾ ഒന്നിച്ചു ചേർന്ന ഇടമാണ് ഇന്നത്തെ ലിബിയ എന്ന് പറയുന്നത്. കുരിശുയാത്രയിൽ യേശുവിന്റെ കുരിശ് ചുമക്കുവാൻ വരുന്ന അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ശിമയോൻ കിരേനിയക്കാരനാണ്. അതായത് യേശുവിന്റെ കുരിശ് ചുമന്നത് ഒരു ആഫ്രിക്കക്കാരനാണ് എന്നതാണ്. ഇന്ന് ആഫ്രിക്കയെ നോക്കുക. പിശാച് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു ജനവിഭാഗം അവർ തന്നെയല്ലേ? ഏറ്റവും വലിയ ഉണർവ് നടക്കുന്നതും അവിടെ തന്നെയല്ലേ? ആഫ്രിക്കൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി വരാൻ പോകുന്ന ഗോഗു മാഗോഗു യുദ്ധത്തിൽ ലിബിയ പോലുള്ള രാജ്യങ്ങളുടെ പങ്ക് ഉണ്ടാകുമെന്നാണ് പണ്ഡിത ലോകം പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ നെബുക്കദ്നേസർ രാജാവ് കണ്ട സ്വർണ്ണബിംബത്തിന്റെ തുടർച്ചയായി ഉയർന്നു വന്നിട്ടുള്ള സാമ്രാജ്യ ശക്തികളെ കുറിച്ച് നമുക്കറിയാം. അതിൽ ഏറ്റവും അവസാനത്തെ സാമ്രാജ്യം എന്നത് നാം ഇന്ന് കാണുന്ന ലോകരാജ്യങ്ങളാണ്. നാം ഇന്ന് കാണുന്ന ലോകരാജ്യങ്ങളിൽ യൂറോപ്പ് ഒരു നിർണായക ഇടം തന്നെയാണ്. പുതിയ നിയമത്തിന്റെ കാലമായപ്പോഴേക്കും ഇസ്രായേൽ പ്രദേശം റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ സാമ്രാജ്യം മുഴുവൻ മെഡിറ്ററേനിയനെയും തിരക്കേറിയ കപ്പൽച്ചാലുകളുടെ ഒരു ശൃംഖലയെ ബന്ധിപ്പിച്ച് ആദ്യമേ ക്രിസ്ത്യാനികൾ ഇത് അവരുടെ നേട്ടത്തിനായി ഉപയോഗിച്ചിരുന്നു. യഹൂദയിൽ യേശുവിന്റെ മരണശേഷം താമസിക്കാതെ കിഴക്കൻ മെഡിറ്ററേനിയനിലെ തീരദേശ പട്ടണങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഉയർന്നു വരുവാൻ തുടങ്ങി, പ്രത്യേകിച്ച് ഗ്രീസിൽ. അപ്പോസ്തലനായ പൗലോസിന്റെ പല ലേഖനങ്ങളും ഈ ഗ്രീക്ക് സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. കോരിന്ത് എന്ന കൊരിന്തോസ്, തെസലോനി എന്ന തെസലോനിക്ക, ക്രേറ്റ് ദ്വീപായ തീത്തോസ്, ഫിലിപ്പി എന്ന ഫിലിപ്പിയർ എല്ലാം ഇന്നത്തെ ഗ്രീസിലാണ്. ഫിലിപ്പി എന്നത് ഇന്നത്തെ ഫിലിപ്പീൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഗ്രീസ് ക്രിസ്തുമതത്തിന്റെ ആദ്യകാല കേന്ദ്രമായിരുന്നു. അങ്ങനെ ഗ്രീക്ക് വേഗത്തിൽ പുതിയ നിയമത്തിന്റെ ഭാഷയായി മാറി. പിന്നീട് ഇറ്റലി വന്നു. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഇറ്റലിയുടെ തലസ്ഥാന നഗരമാണ് റോം. ഇറ്റാലിയ പ്രവിശ്യയെക്കുറിച്ച് കുറച്ച് പരാമർശങ്ങൾ ഉണ്ട് എങ്കിലും പുതിയ നിയമത്തിലുടനീളം റോമിനെയും റോമാക്കാരെയും പറ്റിയുള്ള പരാമർശങ്ങളാണ് കൂടുതലുള്ളത്. ബൈബിളിലെ ഒരു പുസ്തകം പോലും റോമൻസ് എന്നാണ്. പൗലോസിന്റെ പ്രധാനമായി ലേഖനം എഴുതിയ പ്രദേശങ്ങൾ എന്നത് ഇന്നത്തെ തുർക്കി, ഗ്രീസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ്. ലോകമതമെന്ന നിലയിൽ ക്രിസ്തുമതത്തിന്റെ പദവിയിൽ റോമൻ നഗരം നിർണായകമായി മാറി. സൈപ്രസ്, ഡാൽമേഷ്യ എന്ന ഇന്നത്തെ ക്രൊയേഷ്യ, ബോസ്നിയ, ഹെർസഗോനിയ എന്നിവയുടെ ഭാഗങ്ങൾ, ഗ്രീസിലെ ചില ഭാഗങ്ങളിലും ഇന്നത്തെ വടക്കൻ മാസിഡോണിയയിലും ഉൾപ്പെടുന്ന മാസിഡോണിയ, ആ കാലത്ത് റൊമാനിയ എന്നും ബൾഗേറിയ എന്നും സൂചിപ്പിച്ചിരിക്കുന്ന സിത്തിയ. സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണ്ണക്കനികളും എന്നൊരു പരാമർശം പോലുമുണ്ട്. അത് സ്പെയിൻ ആയിരിക്കാനാണ് സാധ്യതയേറെയും. വേണമെങ്കിൽ പോർച്ചുഗലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം, പക്ഷെ ഉറപ്പില്ല. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ സ്പെയിനും ഉൾപ്പെട്ടിട്ടുണ്ട്. യോനയുടെയും തിമിംഗലത്തിന്റെയും പ്രസിദ്ധമായ കഥയിൽ യോന ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പലായനം ചെയ്യാനുള്ള ശ്രമത്തിൽ പടിഞ്ഞാറോട്ട് ടാർഷിഷിലേക്ക് കപ്പൽ കയറുന്നുണ്ട്. ആധുനിക സ്പെയിനിലെ തെക്ക് ഭാഗത്തുള്ള ഒരു സജീവ തുറകുമായ ടെർസാസോസ് ആയിരിക്കാൻ താർഷിഷ് എന്ന് പണ്ഡിതന്മാർ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ സമയത്ത് ലോകത്തിന്റെ അറ്റമായി അത് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തേതായി ഫ്രാൻസ് എന്ന് നേരിട്ട് ബൈബിളിൽ പറയുന്നില്ല എങ്കിലും ചില സൂചനകളുണ്ട്. മക്കാബേസിന്റെ 1-ാം പുസ്തകത്തിൽ 8-ാം അധ്യായം 2-ൽ പറയുന്ന ഗലാത്യർ എന്നതിന്റെ ആദ്യത്തെ പേര് ഗാൾസ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്രത്തെക്കുറിച്ചാണ്. റോമാക്കാരുടെ ഭൂപടത്തിൽ ഗാൾസ് എന്ന ഗോത്രജനത്തെ കൃത്യമായിട്ട് ഇന്നത്തെ ഫ്രാൻസിന്റെ ഭാഗത്തായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലെ സത്യവേദ ഗ്രന്ഥ പുസ്തകത്തിൽ മക്കാബായരുടെ പുസ്തകം നീക്കം ചെയ്തിട്ടുള്ളതിനാൽ അത് അവർക്ക് അംഗീകരിക്കപ്പെടുവാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ്. ബൈബിളിൽ പറഞ്ഞതും ഇന്ന് നിലനിൽക്കുന്നതുമായ ഈജിപ്ത്, ലെബനോൻ, ഇസ്രായേൽ, പേർഷ്യ, സൈപ്രസ്, ഗ്രീസ്, ഇറ്റലി, സ്പെയിൻ രാജ്യങ്ങളും
പൗലോസ് രേഖപ്പെടുത്തിയ എഫേസോസിലെ ചരിത്രവുമൊക്കെ ഒരു സാധാരണ വിശ്വാസിക്ക് എത്രയോ ആത്മവീര്യം പകരുന്നതാണ്. ഞാനിവിടെ പറഞ്ഞ ഭൂരിഭാഗം രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലാണ് എന്നത് സത്യമാണ്. ബൈബിൾ എഴുതപ്പെട്ടത് ഈ പ്രദേശത്ത് നിന്നുമാണ്. ബൈബിൾ എഴുതപ്പെടുമ്പോൾ തങ്ങളുടെ വടക്ക് കിഴക്ക് തെക്ക് ഭാഗങ്ങളിലുള്ള അടുത്ത അയൽക്കാരെക്കുറിച്ച് ബൈബിൾ എഴുത്തുകാർക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സമ്പന്നമായ ആഫ്രിക്കൻ രാജ്യങ്ങളായ കുഷ് മുതൽ പുരാതന ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും വിദേശ സമുദ്ര തുറമുഖങ്ങളെയും കൂടാതെ നമുക്ക് ഇന്ന് പരിചിതമായ ലോകത്തിന്റെ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളും ബൈബിളിലെ എഴുത്തുകാർക്ക് നേരിയ തോതിലെങ്കിലും ഈ സ്ഥലങ്ങൾ പരിചിതമായിരുന്നുവെന്നത് അതിശയകരമായി മാത്രമേ നോക്കിക്കാണുവാൻ കഴിയൂ. അന്നത്തെ വ്യാപാര മാർഗങ്ങളാണ് ഇത്തരം അറിവുകൾ പകരപ്പെടുവാൻ കാരണമായത്. സോളമൻ രാജാവിന്റെ ദേവാലയത്തിന്റെ ചരിത്രത്തിൽ വിദേശ രാജ്യങ്ങളിൽ പലതും ഏറ്റവും ശക്തമായ ലെബനീസ് ദേവദാരുക്കൾ മുതൽ മികച്ച ഇന്ത്യൻ ആനക്കൊമ്പ് വരെ ഇറക്കുമതി ചെയ്തതെന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ദേവാലയം വളരെ ആഡംബരപൂർണമായതിനാൽ എത്യോപ്യ പോലും അതിനെക്കുറിച്ച് സംസാര വിഷയമുണ്ടായി. ഭൂമിശാസ്ത്രപരമായതും ചരിത്രപരമായതുമായ നിരവധി തെളിവുകൾ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു ചരിത്രരേഖയായി നോക്കുമ്പോൾ ആദ്യകാല വ്യാപാരത്തിന്റെയും കൃത്യമായ സാമ്രാജ്യ ശക്തികളുടെ അത്ഭുതകരമായ തേരോട്ടങ്ങളുടെയും രാജാക്കന്മാരുടെ ഉദയവും അസ്തമയവും തുടങ്ങി ബൈബിൾ നൽകുന്ന അതിശയിപ്പിക്കുന്ന വിവരണങ്ങൾ അമ്പരപ്പിക്കുവാൻ കഴിവുള്ളതാണ്. ബൈബിളിൽ പറയുന്നവ തെറ്റാണ് എന്ന് കണ്ടെത്തുവാൻ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച പലരും പിന്നീട് ഇതിനെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ പറഞ്ഞവയുടെ പിന്നാലെ അന്വേഷണം ആരംഭിച്ച പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയതോ അമൂല്യമായ ചരിത്ര വസ്തുക്കൾ. ലോകത്തിലെ എല്ലാ ഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെട്ട ഇതുപോലൊരു മഹത്തരമായ ഗ്രന്ഥം ഭൂമിയിൽ ഇനി കണ്ടെത്തുവാൻ കഴിയുക അസാധ്യമാണ്. ഇനിയും ആ ഗ്രന്ഥം വായിച്ചിട്ടില്ല എങ്കിൽ അതാണ് ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ആവേ മരിയ. ഷാലോം അലൈക്കും.